ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈവാജനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ കരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധം 73-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജരാസന്ധ വധം കഴിഞ്ഞ് ജരാസന്ധപുത്രനായ സഹദേവനെ മഗധയുടെ രാജാവാക്കി ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന 20,800 രാജാക്കന്മാരെ സ്വതന്ത്രരാക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ആ 20,800 പേരും ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട സഹദേവനാൽ സ്വതന്ത്രരാക്കപ്പെട്ടപ്പോൾ അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് സാക്ഷാൽ ഭഗവാനെ തന്നെയാണെന്നും ആ ഭഗവാന്റെ രൂപം അതിമനോഹരമായി വർണ്ണിച്ചു. ആ ഭഗവാനെ അവർ സ്തുതിച്ച ഒരു അതിമനോഹരമായ സ്തുതി 9 ശ്ലോകങ്ങൾ, അതെല്ലാം നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ കണ്ടു. ആ ഭാഗം ഒരിക്കൽ കൂടെ വായിച്ച്, കാരണം അതിമനോഹരമായ സ്തുതിയാണല്ലോ, ഒരിക്കൽ കൂടെ വായിച്ച് അതിനെ തുടർന്നുള്ള ഭാഗങ്ങളും ഭഗവാൻ ആ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശവും അവരെ അവരവരുടെ നാടുകളിലേക്ക് പറഞ്ഞയക്കുന്നതും ആയിട്ടുള്ള ഭാഗങ്ങൾ, അത് കഴിഞ്ഞ് ഭഗവാനും ഭീമസേനനും അർജുനനും തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നെത്തുന്നതും അവിടെ യുധിഷ്ഠിരനും പാണ്ഡവൻ മറ്റുള്ളവരും എല്ലാവരും ജരാസന്ധൻ ഭീമസേനാൽ വധിക്കപ്പെട്ടതായിട്ടുള്ള വിവരമറിഞ്ഞ് സന്തോഷിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്, അനുഗ്രഹമാണ് എന്നറിയുന്ന യുധിഷ്ഠിരൻ പ്രത്യേകിച്ച് ഭഗവാനെ കൃതജ്ഞതയോടെ പ്രശംസിക്കുന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. നമുക്ക് വായിക്കാം. വായിച്ച് 17-ാം ശ്ലോകം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 18 മുതൽക്കാണ് ബാക്കി പറയാനുള്ളത്. നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 370-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അയുതേ ദ്വേ ശതാന്യഷ്ടൗ ലീലയാ യുധിനിർജിതാഃ തേ നിർഗതാദ് ഗിരിദ്രോണ്യാം മലിനാമലവാസസഃ. ചുക്ഷാമാശുഷ്കവദനാഃ സംരോധപരികർഷിതാഃ ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശേയവാസസം. ശ്രീവത്സാംഗം ചതുർബാഹും പദ്മഗർഭാരുണീക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരൻ മകരകുണ്ടലം
പദ്മഹസ്തം ഗദാശങ്കരദാംഗൈരുപലക്ഷിതം കിരീടഹാരകടകടിസൂത്രാംഗദാചിതം ഭ്രാജദ്വനമണിഗ്രീവം നിവീതം വനമാലയ പിബന്ധൈവ ചക്ഷുർഭ്യാം ലിഹന്തൈവ ജിഹ്വയാ ജിഗ്രന്ദൈവ നാസാഭ്യാം രംഭന്തൈവ ബാഹുഭിഃ പ്രണേമുർഹത പാപ്മാനോ മൂർധഭിഃ പാദയോർഹരേഃ കൃഷ്ണസന്ദർശനാഹ്ലാദധ്വസ്തസംരോദനക്ലമാഃ പ്രശശംസുർഹൃഷീകേശം ഗീർഭിഃ പ്രാഞ്ജലയോ നൃപാഃ രാജാന ഊജുഃ നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹി ന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംസൃതേഃ നൈനം നാദാന്വസൂയാമോ മാഗധം മധുസൂദന അനുഗ്രഹോ യദ്ഭവതോ രാജ്ഞാം രാജ്യച്യുതിർവിഭോ രാജ്യൈശ്വര്യമതോന്നദ്ധോ ന ശ്രേയോ വിന്ദതേ നൃപഃ ത്വന്മായാമോഹിതോ നിത്യാഃ മന്യതേ സമ്പതോജലാഃ മൃഗതൃഷ്ണാം യദാ ബാലാ മന്യന്തൗതകാശയം ഏവം വൈകാരികീം മായാം അയുക്താ വസ്തു ചക്ഷത്തെ വയം പുരാ ശ്രീമദനഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യാ ഇതരേതരസ്പൃതഃ ഗ്നന്ദഃ പ്രജാസ്വ അതിനിർഘൃണാഃ പ്രഭോ മൃത്യും പുരസ്ത്വാവിഗണയ്യ ദുർമദാഃ തയേവ കൃഷ്ണാദ്യഗഭീരരംഹസ ദുരന്തവീര്യേണ വിചാലിതാ ശ്രിയഃ കാലേന തന്വാ ഭവതോനുകമ്പയ വിനഷ്ടദർപ്പാശ്ചരണൗ സ്മരാമതേ അദോ നരാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വത്പദതാരുജാംബുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ ച കർമ്മരോചനം തം നഃ സമാദിശോപായം യേന തേ ചരണാബ്ജയോഃ സ്മൃതിർയദാ ന വിരമേത് അഭി സംസരതാമിഹ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ശ്രീശുക ഉവാച സംസ്തൂയമാനോ ഭഗവാൻ രാജഭിർമുക്തബന്ധനൈഃ താനാഹ കരുണസ്താത ശരണ്യഃ ശ്ലക്ഷ്ണയാ ഗിരാ ശ്രീഭഗവാനുവാച അദ്യ പ്രഭൃതിവോദ്ഭൂമ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാ ജായതേ ഭക്തിഃ ബാണം ആശംസിതം തഥാ ദിഷ്ട്യാ വ്യവസിതം ഭൂപ ഭവന്തർദഭാഷിണഃ ശ്രിയൈശ്വര്യമതൊന്നാഹം പശ്യ ഉന്മാദകം നൃണാം ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാദ്ഭ്രംശിതാസ്ഥാനാത് ദേവദൈത്യനരേശ്വരാः ഭവന്തയേതദ്വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്ദവത് മാം യജന്തു അധ്വരൈർയുക്താഃ പ്രജാധർമ്മേണ രക്ഷത സന്തന്വന്തഃ പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം ച സേവന്തോ മച്ഛിത്വാ വിചരിഷ്യത ഉദാസീനാശ്ച ദേഹാദൗ ആത്മാ രാമാധൃതവ്രതാഃ മയ്യാവേശ്യ മനഃ സമ്യക് മാം അന്ധേ ബ്രഹ്മയാസ്യത ശ്രീശുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വരഃ തേഷാം ന്യയുങ്ക്ത പുരുഷാൻ സ്ത്രിയോ മജ്ജന കർമ്മണി സ്വപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈർഭൂഷണൈസ്രഗ്വിലേപനൈഃ ഭോജയിത്വാ വരാന്യേന സുസ്നാതാൻ സമലംകൃതാൻ ഭോഗൈശ്ച വിവിധൈർയുക്താൻ താംബൂലാദ്യൈർനൃപോചിതൈഃ തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ഡലാഃ വിരേജുർമോചിതാ ക്ലേശാത് പ്രാവൃഢന്തെ യദാഗ്രഹാഃ
രഥാൻ സദസ്വാൻ ആരോപ്യ മണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സൂനൃതൈർവാക്യൈഃ സ്വദേശാൻ പ്രത്യയാപയത് തയേവം മോചിതാ കൃച്ഛ്രാദ് കൃഷ്ണേന സുമഹാത്മന യയുസ്തമേവ ധ്യായന്തഃ കൃതാനി ച കൽപതേഃ. ജഗതുഃ പ്രകൃതിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാന്വശാസദ്ഭഗവാൻ തദാ ചക്രുർ അതന്ത്രിതാഃ. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവഃ പാർത്ഥാഭ്യാം സംയുതഃ പ്രായാത് സഹദേവേന പൂജിതഃ. ഗത്വാ തേ ഗാണ്ഡവപ്രസ്ഥം ശംഖാൻ ദദ്മുർജിതാരയഃ ഹർഷയന്തഃ സ്വസുഹൃദോ ദുർഹൃദാം ചാസു ഗാവഃ. തച്ഛ്രുത്വാ പ്രീതമനസഃ ഇന്ദ്രപ്രസ്ഥനിവാസിനഃ മേനിരേ മാഗധം ശാന്തം രാജാ ചാപ്തമനോരഥഃ. അഭിവന്ദ്യാദരാജാനം ഭീമാർജുന ജനാർദ്ദനാഃ സർവമാശ്രാവയാഞ്ചക്രുഃ ആത്മനാ യദനുഷ്ഠിതം. നിശമ്യ ധർമ്മരാജസ്തത്കേശവേനാനുകമ്പിതം ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണാ നോവാച കിഞ്ചന. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണാദി ആഗമനേ ത്രിസപ്തിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ശാന്തി. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം, സുസ്വാഗതം. നാരായണ. കുറേ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ ശരിയായൊരു ശബ്ദം അതുപോലെ ഊർജം എല്ലാം തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നത്. ഇന്നലെ ഞാൻ നോക്കുക ആ ഒരു ശക്തി കുറവുണ്ടായിരുന്നു. ഇന്ന് നല്ല ഊർജ്ജസ്വലതയോടെ ചൊല്ലാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ പഴനി പോയിട്ട് വന്നു. ശരിക്ക് കാൽനടയായി തന്നെ സ്റ്റെപ്സ് എല്ലാം കയറി ഇറങ്ങി വന്നു. അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിരിക്കാം പൂർവാധികം ശക്തിയോടെ നന്നായിട്ട് ചൊല്ലാനായിട്ട് സാധിച്ചത്. അതൊരു 2 ദിവസം മുമ്പൊക്കെ ഇന്നലെയൊക്കെ ചൊല്ലുമ്പോൾ ഒരു ചെറിയ ശ്വാസം മുട്ടൽ ബാക്കി ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് മാറിയെന്ന് തോന്നുന്നു. സന്തോഷം. അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങൾക്കും തോന്നിയില്ല ഇന്നത്തെ വായന? നാരായണ.
നമുക്ക് രാജസൂയയാഗം, ജരാസന്ധവധം, രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിക്കുന്നതായിട്ടുള്ള കഥ, ഈ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഷഷ്ഠി. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. എന്നിട്ടും നല്ല എന്താ പറയുക, വൃത്തിയായിട്ട് ഭഗവാനെ കണ്ടു തൊഴാൻ സാധിച്ചു. നല്ല ദർശനമായിരുന്നു. സ്റ്റെപ്സ് കയറുക തന്നെ ചെയ്തത്. ബുദ്ധിമുട്ടൊന്നും കാര്യമായിട്ട് തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് നിന്ന് കയറി, അത്രയേ ഉള്ളൂ. നല്ല തിരക്കുണ്ട്. നാരായണ. ഇനിയിപ്പോൾ ഇൻഹലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റെപ്പ് 1000-ന് മുകളിലുണ്ടാവും. എണ്ണിയില്ല എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന്. ശരി, നമുക്ക് തിരിച്ചു വരാം ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്. നാരായണ. ഇപ്പോൾ ജരാസന്ധനെ വധിച്ച് രാജാക്കന്മാരെ മോചിപ്പിച്ചതായിട്ടുള്ള സമയത്ത് ആ രാജാക്കന്മാർ ഭഗവാനെ കണ്ട് പരവശരാകുന്നതും അവരെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ണുകളെ കൊണ്ട് ഭഗവാന്റെ രൂപത്തെ കുടിക്കുന്നു, നാവ് കൊണ്ട് ഭഗവാനെ നക്കി തുടയ്ക്കുന്നു, അഥവാ അങ്ങനെ ഭാവിക്കുന്നു എന്നർത്ഥം. മൂക്കുകൊണ്ട് മണക്കുന്നു, കൈകളെ കൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്യും പോലെ ഭാവിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും കൂടി നമസ്കരിക്കുന്നു അഞ്ജലി കൂപ്പിക്കൊണ്ട്. അങ്ങനെ അവരുടെ എല്ലാ ഇത്രയും കാലം കാരാഗ്രഹത്തിൽ കിടന്നതിൻ്റെ ക്ഷീണമെല്ലാം പോയവരായിട്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട് ആ ഭഗവാനെ ഋഷികേശനെ ഗീർഭിഹി പ്രശംസു വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു. ആ രാജാക്കന്മാരുടെ സ്തുതി അതിമനോഹരമായിരുന്നു. അല്ലയോ ദേവദേവേശ പ്രപന്നാർത്തിഹര അവ്യയ തേ നമഃ, അങ്ങേക്ക് നമസ്കാരം. അല്ലയോ കൃഷ്ണ, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന വിരക്തരായി തീർന്നിരിക്കുന്ന ഞങ്ങളെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിച്ചാലും ഞങ്ങൾക്ക് മാഗധ രാജാവിനോട് അഥവാ ജരാസന്ധനോട് യാതൊരു തരത്തിലുള്ള ശത്രുതാ ബുദ്ധിയുമില്ല. കാരണം അത് അങ്ങയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ രാജ്യഭ്രഷ്ടത, ഞങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെട്ടത് അങ്ങയുടെ അനുഗ്രഹമായി കാണുന്നു. രാജ്യ ഐശ്വര്യ മതം കൊണ്ട് ഉന്നതരായിട്ടുള്ള നൃപൻ ശ്രേയസിനെ പ്രാപിക്കുന്നില്ല. അങ്ങയുടെ മായയാൽ മോഹിതരായിട്ട് അചലങ്ങളായ അനിത്യങ്ങളായ സമ്പത്തുക്കളെ ചലങ്ങളായ അനിത്യങ്ങളായ സമ്പത്തുക്കളെ അചലങ്ങളായി ചിന്തിക്കുന്നു, നശ്വരങ്ങളെ നിത്യങ്ങളായി കരുതുന്നു, എന്നിട്ട് അതിൽ ഭ്രമിക്കുന്നു. എപ്രകാരമാണോ മൃഗതൃഷ്ണയെ അഥവാ മരുമരീചികയെ അറിവില്ലാത്ത കുട്ടികൾ ജലാശയമെന്ന് തെറ്റിദ്ധരിക്കുന്നത്, അതുപോലെ വൈകാരികമായ ഈ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ, മായയെ ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ഇല്ലാത്തവർ വസ്തുവായി കാണുന്നു, ഉള്ളതായി കാണുന്നു. ഞങ്ങൾ പണ്ട് ഐശ്വര്യമതം കൊണ്ട് ദൃഷ്ടി നഷ്ടപ്പെട്ടവരായി ഈ ഭൂമിയെ ജയിക്കാനായിക്കൊണ്ട് പരസ്പരം കലഹിക്കുന്നവരായിരുന്നു. സ്വന്തം പ്രജകളെ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നവരായി ക്രൂരന്മാരായിരുന്നു ഞങ്ങൾ. കാലസ്വരൂപനായ മൃത്യുസ്വരൂപനായ അങ്ങ് മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങൾ
കണക്കാക്കിയതേ ഇല്ല, അഹങ്കാരം കൊണ്ട്, ദുർമതം കൊണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ തേയേവ ഗഭീരരംഹസാ ദുരന്തവീര്യേണ ശ്രിയഃ വിചാലിതാഹ. ആ ഗംഭീര വേഗത്തോടുകൂടിയ ശക്തിയോടുകൂടിയ ജരാസന്ധനാൽ, കീഴടക്കാൻ പറ്റാത്തവനായ ജരാസന്ധനാൽ ഞങ്ങളുടെ ഐശ്വര്യത്തിൽ നിന്നെല്ലാം ഭ്രഷ്ടരാക്കപ്പെട്ടു. വസ്തുത്തിൽ അങ്ങയുടെ തന്നെ തനുവായ കാലത്താൽ ഞങ്ങൾ ദർപ്പമെല്ലാം നശിച്ചവരായി ഇപ്പതാ അങ്ങയുടെ അനുകമ്പ കൊണ്ട് അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കണമെങ്കിൽ പോലും അങ്ങയുടെ അനുകമ്പ വേണം. അതുകൊണ്ട് ഞങ്ങൾക്കിനി രാജ്യം അത് വെറും മരുമരീചിക പോലെയുള്ള അസത്തായിട്ടുള്ള വസ്തുവാണ്. രോഗത്തിന്റെ വിളനിലമാണ് ഈ ശരീരം. അങ്ങനെയുള്ള ഈ ശരീരമോ ശരീരം കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഭൗതിക വസ്തുക്കളോ ഒന്നിനെയും തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ പരലോകത്ത് ചെന്നുള്ള ക്രിയാഫലം കേൾക്കുന്നവർക്ക് കർണരോചനമായിരിക്കുന്ന സ്വർഗാദി ഭോഗങ്ങളെക്കുറിച്ചും നസ്പൃഹയാമഹേ ഞങ്ങൾ കൊതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഹലോകത്തോ പരലോകത്തോ ഒരു കാര്യത്തിലും താല്പര്യമില്ല. ഞങ്ങൾക്ക് പൂർണ്ണ വൈരാഗ്യം വന്നിരിക്കുന്നു. ഞങ്ങളെ സംസാരത്തിൽ നിന്ന് മുക്തരാക്കൂ. എങ്ങനെയായാൽ അങ്ങയുടെ പാദകമലങ്ങളിൽ എപ്പോഴും ഞങ്ങൾക്ക് സ്മൃതി ഉണ്ടാകുമോ? എപ്രകാരമായാൽ അങ്ങയുടെ പാദ സ്മൃതിയിൽ നിന്ന് ഞങ്ങൾ വിരമിക്കാതിരിക്കുമോ? അതിനുള്ള ഉപായം ഈ സംസാരികളായ ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരൂ. അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. കൃഷ്ണായ നമഃ, വാസുദേവായ നമഃ, ഹരയേ നമഃ, പരമാത്മനേ നമഃ, പ്രണതക്ലേശനാശായ നമഃ, ഗോവിന്ദായ നമഃ. ഇങ്ങനെ ഭഗവാനെ നമോ നമ നമോ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആ മുക്തബന്ധനന്മാരായ രാജാക്കന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ കരുണ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും അഭയം കൊടുക്കുന്ന ശരണ്യനായ ഭഗവാൻ ശ്ലക്ഷ്ണയാ ഗിരാ താനാഹ നല്ല മൃദുവായ വാക്കുകളെ കൊണ്ട് അവരോട് പറഞ്ഞു. അവ രാജാക്കന്മാരോടുള്ള ഭഗവാന്റെ ഉപദേശമാണ് ഇനി പറയാൻ പോകുന്ന ഭാഗം. ഇന്നലെ ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. തുടരാം. ശ്രീ ഭഗവാനുവാച അദ്യ പ്രഭൃതിവോ ഭൂപ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തി ബാഡം ആശംസിതം തഥാ. ശ്രീ ഭഗവാനുവാച അദ്യ പ്രഭൃതിവോ ഭൂപ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തി ബാഡം ആശംസിതം തഥാ. ഹേ ഭൂപാഹ, ഭഗവാൻ രാജാക്കന്മാരെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ രാജാക്കന്മാരെ, അപ്പൊ നിങ്ങൾ രാജാക്കന്മാരാണ്, ഇപ്പോഴും രാജാക്കന്മാർ തന്നെയാണ്, മറക്കണ്ട. അദ്യ പ്രഭൃതി, ഇന്ന് മുതൽക്ക്, അദ്യ ഇന്ന്, പ്രഭൃതി ആരംഭിച്ച ഇന്ന് മുതൽക്ക്, ഫ്രം ടുഡേ ഓൺവേർഡ്സ്, അദ്യ പ്രഭൃതി. അഖിലേശ്വരേ ആത്മനി മയി വഹ ആശംസിതം തദാ ഭക്തി ബാഢം സുദൃഢാജായതേ. അവരാഗ്രഹിച്ച പ്രകാരം ഉള്ള ഭക്തി അവർക്ക് ഗാഢമായിട്ട് സുദൃഢമായിട്ടുണ്ടാവും എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോ അഖിലേശ്വരേ ആത്മനി മയി, അഖിലേശ്വരനാണ്, എല്ലാറ്റിനും ഈശ്വരനാണ് ഭഗവാൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. ഭഗവാന്റെ നിയന്ത്രണത്തിൽ പെടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അഖിലേശ്വരൻ എന്ന് പറഞ്ഞത്. അഖിലം എന്ന് പറഞ്ഞാൽ നഖിലം, ഖിലം എന്ന് പറഞ്ഞാൽ അല്പം, അല്പം പോലും ശേഷിക്കാതെ എന്നാണ് അഖിലം എന്ന വാക്കിനർത്ഥം. അപ്പോ ഒന്നും വിടാതെ, ഓൾ ഇൻക്ലൂസീവ്, എല്ലാം ഉൾപ്പെടെ എല്ലാറ്റിനെയും ഈശിക്കുന്നവൻ അഖിലേശ്വരൻ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം, എല്ലാവരെയും വിശേഷേണ നിയമിക്കുന്നതായിട്ടുള്ള ഐശ്വര്യമുള്ളവനാണ് ഭഗവാൻ.
അഖിലേശ്വരനാണ്. അപ്പൊ അഖിലേശ്വരേ ആത്മനി മയി, ഞാൻ ഒരേ സമയം അഖിലേശ്വരനുമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. പല ഭാഗത്തും പറയേണ്ട അന്തഃപുരുഷ രൂപേണ കാലരൂപേണയോ ബഹി. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തഃ പുരുഷരൂപേണ, പുരി ശയിക്കുന്ന ശരീരമാകുന്ന പുരങ്ങളിൽ ശയിക്കുന്നവനായ പുരുഷനായും ചൈതന്യമായും ആത്മാവായും കാലരൂപേണ ബഹി. ഭഗവാൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഏത് രൂപത്തിലാണ്? കാലരൂപത്തിലാണ്. കാലത്തിലാണ് എല്ലാം ഉണ്ടാകുന്നത്, കാലത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്, കാലത്തിലാണ് എല്ലാം വിലയം പ്രാപിക്കുന്നത്. കാലസ്വരൂപനായ ഭഗവാനാണ് ഈ ലോകത്തെ ഈശിക്കുന്നത്. കാലത്തിന്റെ അനുമതി കൂടാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ അന്തർപുരുഷരൂപേണ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപമായും പുറത്ത് കാലസ്വരൂപനായ ഈശ്വരനായും, അതാണ് അഖിലേശ്വരേ ആത്മനി മയി, എന്നിൽ വഹ നിങ്ങൾക്ക് ആശംസിതം തഥ, നിങ്ങൾ ആശംസിച്ചു. ആശംസിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ തഥാസ്തു എന്ന് അർത്ഥമാണ്. തഥാസ്തു എന്ന് ഭഗവാൻ അനുഗ്രഹിക്കണം. ഭക്തി ബാഠം സുദൃഢാജായത്തെ. ഭക്തി, നിങ്ങൾ ആഗ്രഹിച്ച ഭക്തി, ഭഗവാനോടുള്ള പരമമായ സ്നേഹം, അനുരാഗം, ബാഠം നല്ലതുപോലെ സുദൃഢ ഉറച്ചതായിട്ട്, ഇളകാത്തതായിട്ട് ജായതേ ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോകത്തോട് വിരക്തി വന്നിട്ടുള്ളവരാണ്, ഈശ്വരനോട് പ്രേമമുണ്ടായിട്ടുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഭക്തിക്കായിക്കൊണ്ടുള്ള പ്രാർത്ഥന ഇതാ തഥാസ്തു, അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ആദ്യം തന്നെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞു. ഇനി ഭഗവാന്റെ ഉപദേശങ്ങൾ വരാൻ പോകുന്നു. ദിഷ്ട്യാ വ്യവസിതം ഭൂപാ ഭവന്തഃ ഋതഭാഷിണഃ ശ്രിയൈശ്വര്യമതോന്നാഹം പശ്യ ഉന്മാദകം നൃണാം. ദിഷ്ട്യാ വ്യവസിതം ഭൂപാഃ ഭവന്തഃ ഋതഭാഷിണഃ ശ്രിയൈശ്വര്യമതോന്നാഹം പശ്യ ഉന്മാദകം നൃണാം. ഹേ ഭൂപാഃ, വീണ്ടും അല്ലയോ രാജാക്കന്മാരെ, വ്യവസിതം ദിഷ്ട്യാ, ദിഷ്ട്യാ ഭാഗ്യം, ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു നിശ്ചയമുണ്ടായത്. വ്യവസിതം എന്ന് പറഞ്ഞാൽ നിശ്ചിതം. ഭവദ്ഭിഹി യത് നിശ്ചിതം തത് ദിഷ്ട്യാ, നിങ്ങളുടെ ഭാഗ്യം അഥവാ സുഹൃതം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു നിശ്ചയം തോന്നിയത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചതെല്ലാം സത്യം തന്നെയാണ്. ഭഗവാൻ അത് അംഗീകരിക്കണം. അതാണ് ഭവന്തഃ ഋതഭാഷിണഃ. ഭവന്തഃ, നിങ്ങൾ ഋതഭാഷിണഃ, ഋതം സത്യം തന്നെ. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് വൈരാഗ്യം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് രാജ്യം വേണ്ട, സ്വർഗം വേണ്ട, ഈ ഭൂമിയിലുള്ള ഒരു സുഖവും വേണ്ട എന്നെല്ലാം നിങ്ങൾ പറഞ്ഞുവല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ, ഒരു യോഗ്യത ഉണ്ടായിട്ടുണ്ട്. ഭവന്തഃ ഋതഭാഷിണഃ ശ്രിയൈശ്വര്യമതോന്നാഹം നൃണാം ഉന്മാദകം പശ്യേ. ശ്രീയാ ഐശ്വര്യമതോന്നാഹം, അല്ലെങ്കിൽ ശ്രീ ഐശ്വര്യമതോന്നാഹം, ശ്രീ കൊണ്ടും ഐശ്വര്യം കൊണ്ടുള്ളതായിട്ടുള്ള മതോന്നാഹം. മതോന്നാഹം എന്ന് പറഞ്ഞാല് മതം പൊട്ടിയിട്ടുള്ള ഒരു സ്വേച്ഛാചാരം, താന്തോന്നിത്തം, ഉത്പ്രവൃത്തി, ഉത്ക്രമണം എന്നൊക്കെ പറയാം, വഴിവിട്ട പോക്ക്. അതാണ് മതോന്നാഹം. അടക്കമില്ലാതെ പ്രവർത്തിക്കുക. അത് എന്തുകൊണ്ട്? ശ്രീ കൊണ്ടും ഐശ്വര്യം കൊണ്ടും. സമ്പത്ത് ധാരാളം ഉണ്ടാവുക, സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക, പവർ ഉണ്ടാവുക,
സമ്പത്ത് തന്നെ ഒരു പവറാണ്. മറ്റ് രാജപദവി മുതലായതൊക്കെ ഉണ്ടാവുമ്പോഴോ അതൊന്നുകൂടെ അല്ലേ, കള്ളുകുടിച്ച കുരങ്ങനെ തേളും കുത്തി എന്ന് പറഞ്ഞതുപോലെ ആവും. അതാണ് അവസ്ഥ. അപ്പോൾ സ്ത്രീ ഐശ്വര്യം മതോന്നാഹം, അത് നൃണാമുന്മാദകം, മനുഷ്യന്മാർക്ക് ഇൻടോക്സിക്കേറ്റിംഗ് ആണത്, അടക്കമില്ലാതെയാവും. ഉന്മാദകം, ഉന്മാദത്തെ ജനിപ്പിക്കുന്നത്. ഉന്മാദം കരോതീതി ഉന്മാദകം, ഉന്മാദാവസ്ഥയെ പ്രാപിപ്പിക്കുന്നു. അടക്കമില്ലായ്മയെ, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ പ്രാപിപ്പിക്കുന്നു. അത് അഹം പശ്യേ, ഞാൻ കാണുന്നു. ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഐശ്വര്യമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടില്ല, അവൻ അഹങ്കാരിയായി തീരുന്നു. ഉറപ്പ്, ഞാൻ കാണുന്നു. അഹം പശ്യേ എന്ന് ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് ആരൊക്കെയാണ് ദൃഷ്ടാന്തം ഈ ലോകത്തില്? മുൻപ് ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഐശ്വര്യം വന്നപ്പോൾ അഹങ്കരിച്ച് സ്വയം നശിച്ചവരായിട്ടുള്ള കുറച്ചു പേരുടെ ലിസ്റ്റ് ഭഗവാൻ എടുത്ത് പറയുന്നു. ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാത് ഭ്രംശിതാസ്ഥാനാത് ദേവദൈത്യ നരേശ്വരാഃ. ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാത് ഭ്രംശിതാസ്ഥാനാത് ദേവദൈത്യ നരേശ്വരാഃ. ഇനി ഇന്നവരെന്നില്ല, എല്ലാ കൂട്ടത്തിൽപ്പെട്ടവർക്കും ഉണ്ട് ഈ സൂക്കട്. ഈ ഐശ്വര്യമതം എന്നുള്ളത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, ദേവന്മാരുടെ ഇടയിലും ഉണ്ട്, ദൈത്യന്മാരുടെ ഇടയിലുണ്ട്, നരേശ്വരന്മാരുടെ ഇടയിലുമുണ്ട്. നരേശ്വരന്മാരെന്നാൽ രാജാക്കന്മാര്. ആരൊക്കെയാണ് ദൃഷ്ടാന്തം? ഹൈഹയൻ. ഹൈഹയൻ എന്നാൽ ഹേഹയന്റെ വംശത്തിൽ ജനിച്ചവനായ കാർത്തവീര്യാർജുനൻ. കാർത്തവീര്യാർജുനൻ നല്ലൊരാളായിരുന്നു. നമ്മുടെ ദത്താത്രേയ മഹർഷിയുടെ ശിഷ്യനായിരുന്നു. ദത്താത്രേയ മഹർഷിയിൽ നിന്ന് ബ്രഹ്മവിദ്യയെല്ലാം അഭ്യസിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അഹങ്കാരം മൂത്തു ഐശ്വര്യം വന്നപ്പോൾ. അപ്പോ ഗുരു തന്നെ ശപിക്കുന്നുണ്ട്. ദത്താത്രേയൻ തന്നെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ തന്നെ അവതരിച്ച് വധിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഭഗവാന്റെ തന്നെ അവതാരമായ ദത്താത്രേയൻ തന്നെയാണ് പരശുരാമനായിട്ടും അവതരിച്ചത് എന്ന് പറയാം. ആ പരശുരാമനാലാണ് ഹൈഹയൻ കൊല്ലപ്പെട്ടത്. കാർത്തവീര്യാർജുനൻ അഹങ്കാരിയായി തീർന്നു. ബ്രാഹ്മണരെ രക്ഷിക്കുന്നതിന് പകരം ബ്രാഹ്മണോത്തമനായ ജമദഗ്നിയെ വധിക്കുകയും അദ്ദേഹത്തിന്റെ ബ്രഹ്മസ്വം, അതും പശു കാമധേനു, അതിനെ അപഹരിക്കുകയും ചെയ്തത് എത്ര വലിയ അഹങ്കാരം കൊണ്ടാണ്, ഐശ്വര്യമതം കൊണ്ടാണ്. അതിന്റെ ദുരന്തം അയാൾ ഉടനെ തന്നെ അനുഭവിക്കുകയും ചെയ്തു പരശുരാമന്റെ കൈകളാണ്. അപ്പൊ ഹൈഹയഃ 100 അശ്വമേധയാഗമൊക്കെ ചെയ്ത മഹാചക്രവർത്തിയായിരുന്നു. രാവണനെ കാരാഗ്രഹത്തിൽ അടച്ച ആളാണ് അല്ലേ. തന്റെ 1000 കൈകളെ കൊണ്ട് നർമ്മദാ നദിയിൽ ഡാം കെട്ടി രാവണനെ വെള്ളത്തിൽ മുക്കിയ ആളാണ്. അത് കഴിഞ്ഞ് രാവണൻ യുദ്ധത്തിന് വന്നപ്പോൾ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചതാണ്. പിന്നെ പുലസ്ത്യ മഹർഷിയുടെ അപേക്ഷ കൊണ്ട് മോചിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ശക്തനായിട്ടും നശിച്ചു. എന്തുകൊണ്ട്? ഐശ്വര്യമതം കൊണ്ട്, അഹങ്കാരം കൊണ്ട്. അതുപോലെ നഹുഷൻ നമ്മുടെ മറ്റേ വൈവസ്വത മനുവിന്റെ വംശത്തിൽ, ചന്ദ്രവംശത്തിൽ പിറന്ന ആളാണ്. യയാതിയുടെ അച്ഛൻ. ആ നഹുഷൻ ഇന്ദ്രന്റെ പദവി വരെ എത്തി തൻ്റെ പുണ്യം കൊണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ശചീദേവിയെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിന് സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടുപ്പിക്കുകയും അതിൽ ഏറ്റവും ഉയരം കുറഞ്ഞ അഗസ്ത്യൻ പല്ലക്ക് ചുമന്നപ്പോൾ പല്ലക്കിന് കുലുക്കമുണ്ടായി ഉയരക്കുറവ് കൊണ്ട് എന്നതുകൊണ്ട്
ആ അഗസ്ത്യ മഹർഷിയെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. സർപ്പ മര്യാദയ്ക്ക് നടക്കുക എന്ന് പല്ലക്കിലിരുന്നു കൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് പ്രഹരിച്ചു വടികൊണ്ട്. ഉടനെ തന്നെ അഗസ്ത്യ മഹർഷി സർപ്പോ ഭവ എന്ന് പറഞ്ഞു. ആ നഹുഷൻ പിന്നീട് സർപ്പമായി എത്രയോ കാലം ഭൂമിയിൽ കിടന്നു. യുധിഷ്ഠിരന്റെ സ്പർശമേറ്റിട്ടാണ് പിന്നീട് മുക്തനായി തീർന്നത്. അപ്പൊ അഹങ്കാരം കൊണ്ട് അല്ലെ, ഇന്ദ്രപദവിയിലെത്തിയപ്പോൾ ഐശ്വര്യമതം കൊണ്ട് അഹങ്കാരം കൊണ്ട് ഗുരുക്കന്മാരെ പോലും നിന്ദിക്കാനായി എന്ന് പറയാം. അതുള്ള നഹുഷൻ. വേദന്റെ കഥ നമുക്കറിയാം അല്ലേ. ധ്രുവന്റെ വംശത്തിലെ അംഗരാജാവിന്റെ മകനായ വേനൻ. മഹർഷിമാരാണ് അയാളെ രാജ്യാഭിഷേകം ചെയ്തത്. അവരെ തന്നെ ചോദ്യം ചെയ്യുകയും അവരെ ശാസിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള സമയത്ത് അവരും ഹുങ്കാരം കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു. രാവണന്റെ കഥ പറയേണ്ടതില്ല. അതുപോലെ നരകാസുരൻ ഐശ്വര്യമതം കൊണ്ട് ഇന്ദ്രന്റെ അമ്മയുടെ അതിഥിയുടെ കുണ്ടലങ്ങളും കുടയും മറ്റേ വരുണന്റെ കുടയുമെല്ലാം അപഹരിച്ച കഥ. അപ്പൊ ഇതുപോലെ അഹങ്കാരം കൊണ്ട് സ്വയം നശിച്ചവർ അപരേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും ഇതുപോലെ ശ്രീമദാത് ഭ്രംശിതാഹ സ്ഥാനാത്, ശ്രീമദാത് ഐശ്വര്യമതം കൊണ്ട് സ്ഥാനാത് ഭ്രംശിതാഹ സ്ഥാനത്തിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടവരായി തീർന്നു, ഭ്രഷ്ടരായി തീർന്നു. ഇതെല്ലാവർക്കും ഉള്ള പാഠമാണ്. ഈ ലോകത്തില് ഐശ്വര്യം വരുന്നതായിട്ടുള്ള സമയത്ത് ആരും മതിമറക്കരുത്. എന്നുവെച്ചാൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും കിട്ടണമെന്നില്ല ചിലർക്ക് മതിമറക്കാൻ അല്ലേ. ചെറിയ ചെറിയ പദവികളായാലും മതി, അല്പം ധനമുണ്ടായാലും മതി, വന്ന വഴിയെല്ലാം മറക്കുന്നവരാണ് ഈ ലോകത്തിൽ ഭൂരിപക്ഷവും. അഹങ്കരിച്ച് തോന്നിയവാസങ്ങൾ കാണിച്ച് സ്വയം നശിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. സ്ഥാനാത് ഭ്രംശിതാഹ. അത് ദേവ ദൈത്യ നരേശ്വരാഹ. ദേവന്മാരിൽപ്പെട്ടവനും ദൈത്യന്മാരിൽപ്പെട്ടവനും നരേശ്വരന്മാരും എല്ലാവരും തന്നെ എന്ന് പറയാം. ഹൈഹയനും മറ്റുമൊക്കെ നരേശ്വരന്മാരാണ്. വേനനും ഹൈഹയനുമൊക്കെ നരേശ്വരന്മാരാണ്. നഹുഷൻ ദേവസ്ഥാനത്ത് എത്തിയ ആളാണ്. രാവണനും മറ്റും നരകനും എല്ലാം അസുര സ്ഥാനന്മാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ യോനിയിൽപ്പെട്ടവരാണെങ്കിലും അഹങ്കാരം വർദ്ധിച്ചാൽ നശിക്കും. ഭവന്തയേതദ്വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്തവത് മാം യജന്ത്വദ്വരൈര്യുക്താഃ പ്രജാധർമ്മേണ രക്ഷത. ഭവന്തയേതദ്വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്തവത് മാം യജന്തോ അദ്വരൈര്യുക്താഃ പ്രജാധർമ്മേണ രക്ഷത. ഉൽപാദ്യം ദേഹാദി അന്തവത് ഏതത് ഭവന്തം വിജ്ഞായ യുക്താഃ അദ്വരൈ മാം യജന്തഃ പ്രജാഃ ധർമ്മേണ രക്ഷത. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഉപദേശം. ഉൽപാദ്യം ദേഹാദി അന്തവത്. ഉൽപാദ്യം എന്ന് പറഞ്ഞാല് ഉൽപാദിക്കപ്പെട്ടത്, ഉൽപാദിക്കപ്പെടുന്നത്, ഉണ്ടാക്കപ്പെടുന്നത്, ദാറ്റ് വിച്ച് ഈസ് ക്രിയേറ്റഡ്. അങ്ങനെയുള്ളതാണ് എന്ത്? ദേഹാദി. നമ്മുടെ ദേഹമടക്കം ഭൗതികമായ എല്ലാം. ഭൗതികമായതെല്ലാം ഭൂതമാണ്. ഭൂതമായതുകൊണ്ടാണ് അവയെ ഭൗതികം എന്ന് പറയുന്നത്. എല്ലാം ഉണ്ടായതാണ്. അപ്പൊ ഉണ്ടായതെല്ലാം അന്തവത് നശിക്കുന്നതാണ്, നാശത്തോടു കൂടിയതാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ചതിനെല്ലാം മരണം നിശ്ചയം, ഉണ്ടായതിനെല്ലാം നാശം നിശ്ചയം. ഭവന്തഃ ഏതദ് വിജ്ഞായ, നിങ്ങൾ ഇതറിഞ്ഞുകൊണ്ട്, യുക്താഹ, നല്ല വിവേകയുക്താഹ, ഇന്ദ്രിയ മനോയുക്താഹ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവരായിട്ട്, നല്ല ഡിസിപ്ലിൻഡായിട്ട്, അദ്വരൈഹി മാം യജന്തഃ,
അധ്വരങ്ങൾ യാഗങ്ങളെ കൊണ്ട് ഈശ്വരനായ എന്നെ ആരാധിക്കുന്നവരായിട്ട് യജ്ഞം ചെയ്യുന്നവരായിട്ടും പ്രജാഹ ധർമ്മേണ രക്ഷത പ്രജകളെ ധർമ്മം കൊണ്ട് ധർമ്മമാർഗത്തിലൂടെ ന്യായമാർഗത്തിലൂടെ നിങ്ങൾ രക്ഷിച്ചാലും യൂയം രക്ഷത നിങ്ങൾ രക്ഷിച്ചാലും സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ അല്ലേ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ആശയമാണ് ഇവിടെ. പ്രജാഭ്യ സ്വസ്തി പ്രജകൾക്കെല്ലാം സ്വസ്തി ഭവിക്കട്ടെ. നിങ്ങൾ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചാലേ പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവുള്ളൂ. പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ മഹീഷാഃ മഹീം ന്യായേന മാർഗേണ പരിപാലയന്താം രാജാക്കന്മാർ ധർമ്മേണ മാർഗേണ മഹീം പരിപാലയന്താം ഭൂമിയെ പരിപാലിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നു. അപ്പൊ നിങ്ങൾ ധർമ്മമാർഗത്തിലൂടെ പ്രജകളെ പരിപാലിക്കണം. ഈ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ പലരും തെറ്റിച്ചു ചൊല്ലും. സ്വസ്തി പ്രജാഭ്യാം എന്ന് പറയും. ആം എന്നുള്ളത് ദ്വിവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. പ്രജാഭ്യാം പറഞ്ഞ രണ്ട് പ്രജകൾക്ക്. ബാക്കിയുള്ളവരെയൊക്കെ എന്താ ചെയ്യുക? ബാക്കിയുള്ളവരെയൊക്കെ കടലിൽ തള്ളാം അല്ലേ? അപ്പോൾ സംസ്കൃത ഭാഷയുടെ ആ ഒരു നിയമങ്ങൾ, സൂക്ഷ്മ പ്രത്യയങ്ങളെക്കുറിച്ച് അറിയണം. അല്ലെങ്കിൽ അറിവുള്ളവർ ചൊല്ലുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയെങ്കിലും വേണം. അറിവുള്ളവർ ചൊല്ലുന്നതൊന്ന് ചെവി കൊടുത്ത് കേൾക്കണം. എല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞ് വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ലോകത്ത് കൂടുതൽ. ഇപ്പൊ സ്വസ്തി പ്രജാഭ്യാം അനുസ്വാരം അല്ല, സോറി, നിങ്ങളെ പോലെയായി. ഞാനും നിങ്ങളെ പോലെയല്ല, അങ്ങനെ ചൊല്ലുന്നവരെ പോലെയായി. പ്രജാഭ്യാം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രജകൾക്ക് സ്വസ്തി. അതാരൊക്കെയാണാവോ എടുത്തു പറയുക? അങ്ങനെയല്ല, പ്രജാഭ്യഃ. പ്രജാഭ്യഃ എന്നാണ് ബഹുവചനം. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം. പ്രജാഭ്യഃ സ്വസ്തി, പ്രജകൾക്കെല്ലാം സ്വസ്തി ഉണ്ടാവട്ടെ. പ്രജകൾക്കെല്ലാം സ്വസ്തി ഉണ്ടാവട്ടെ. പ്രജാഭ്യഃ സ്വസ്തി. ഭ്യഃ എന്ന വിസർഗത്തോടെ ചൊല്ലണം. ഒരുപാട് പേരെ ചൊല്ലുന്നത് കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയണത്. പ്രജാഭ്യാം എന്നല്ല, പ്രജാഭ്യഃ. ഫോർ ഓൾ എന്നുള്ള അർത്ഥത്തിൽ. അല്ലെങ്കിൽ ഓൺലി ടു ആയി മാറും, രണ്ടു പേരായി മാറും. ദ്വിവചനമാണ് പ്രജാഭ്യാം. അപ്പൊ എന്തായാലും ഇവിടെ ഭഗവാൻ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഈ ദേഹം മുതൽക്ക് ഈ ലോകത്തുണ്ടായതെല്ലാം, ഉൽപാദ്യമായതെല്ലാം അന്തവത്, അന്തത്തോടു കൂടിയതാണ്, നാശത്തോടു കൂടിയതാണ്. നാശരഹിതമായി അനന്തമായി ഒന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് ഏതദ് വിജ്ഞായ അദ്വരൈഹി യുക്താഹ അദ്വരൈഹി മാം യജന്തഃ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടിയവരായിട്ട് എന്നെ യജിക്കുന്നവരായിട്ട്, എന്നെ ആരാധിക്കുന്നവരായിട്ട്, ധർമ്മേണ പ്രജാഹ രക്ഷത, നിങ്ങൾ ധർമ്മമാർഗത്തിലൂടെ നിങ്ങളുടെ രാജധർമ്മം പാലിച്ചുകൊണ്ട് പ്രജകളെ രക്ഷിച്ചാലും, പ്രജകൾക്ക് ആപത്ത് വരാതെ അവരെ രക്ഷിക്കുന്നവരാണ് രാജാക്കന്മാർ, ക്ഷത്രിയന്മാർ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കർമ്മം എൻ്റെ ആരാധന തന്നെയായി മാറ്റിക്കോളൂ. ഒഴിവുള്ളപ്പോൾ അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്തോളൂ. സൗകര്യത്തിനനുസരിച്ച് ഈശ്വരനെ ആരാധിച്ചോളൂ. യഥാ രാജാ തഥാ പ്രജ. രാജാക്കന്മാർ ഈശ്വരാരാധന ചെയ്യുന്നവരായാൽ മാത്രമേ പ്രജകളും അപ്രകാരമായിരിക്കുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ ഒരു ഗതികേട്, അത് ഭരിക്കുന്നവർ
ഈശ്വരദ്വേഷികൾ, വിരോധികൾ, ക്ഷേത്രത്തിലെ മുതലുകൾ കൊള്ളയടിക്കുന്നവർ, കട്ടുതിന്നുന്നവർ, ഒരു നാണവും മാനവും ഇല്ലാതെ എന്താ പറയുക, ക്ഷേത്രങ്ങളെ എല്ലാം ചുരണ്ടിയെടുത്തുകൊണ്ട് ഒന്നും ശേഷിപ്പിക്കാതെ കൊണ്ടുപോകുന്ന മഹാകള്ളന്മാർ, വീരപ്പനും മറ്റുമൊക്കെ നാണിക്കും ഇവരുടെ മുമ്പിൽ അല്ലേ. അതിനേക്കാൾ വലിയ കൊള്ളക്കാരാണ് ഇപ്പോ കേരളത്തിലെ ദേവസ്വങ്ങൾ ഭരിക്കുന്നത്. തമിഴ്നാട്ടിലും ഒട്ടും മോശമൊന്നുമല്ല. എന്നാണ് ഈ ഹിന്ദുക്കൾ എന്ന ജന്തുക്കൾക്ക് വിവരം വയ്ക്കുന്നത്? ഇമ്മാരിയുള്ള ആൾക്കാരെ ഭരണത്തിൽ നിന്ന് ഇറക്കി വിടാനുള്ളതായിട്ടുള്ള ആ കഴിവ് ഉപയോഗിക്കാതെ അവരെ തന്നെ വീണ്ടും 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 അധികാരം കൊടുത്ത് കൊള്ളയടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഈ എന്താ പറയുക ജനങ്ങൾ, ഹിന്ദുക്കൾ, ഇത്രയും ലോകത്തില് ഉളുപ്പും നാണമില്ലാത്ത കഴുതകൾ വേറെ ഇല്ല. പ്രബുദ്ധരാണത്രേ, പ്രബുദ്ധർ. എന്ത് പ്രബുദ്ധത? അല്പം പോലും ബോധമുണ്ടോ? ഉണർന്നിട്ടുണ്ടോ? ഇത്രയും കൊള്ളയടിച്ചിട്ടും ഒന്നും അറിയാതെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ടണ്ണ് കണക്കിന് സ്വർണം പൊക്കിക്കൊണ്ടുപോയിരിക്കുന്നു. കിലോ കണക്കും കൂടിയല്ല, ടണ്ണ് കണക്കിന്. ശബരിമല അയ്യപ്പന്റെ മേൽക്കൂര പോലും പൊളിച്ചെടുക്കാൻ നോക്കിയതാണെന്നാ. ബാക്കിയെല്ലാം പൊളിച്ചെടുത്തു, ഇനി മേൽക്കൂര കൂടി ബാക്കിയുണ്ട്. ആ കള്ളു വിറ്റ് കാശുണ്ടാക്കിയ മല്ലയ്യ അല്ലേ, മല്യ, വിജയ് മല്യ, അയാളുടെ ലാഭത്തിന്റെ പങ്ക് അയാളുടെ ഭക്തി കൊണ്ട് ഭഗവാന് സമർപ്പിച്ചതാണ്. അതിനേക്കാൾ വലിയ കൊള്ളക്കാരാണ് അല്ലേ. അയാള് കുറെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് നാട് വിട്ടുപോയി. അയാളൊരു കള്ളനാണ്, മഹാകള്ളനാണ്, ധൂർത്തനായിരുന്നു. അതിനേക്കാൾ വലിയ കള്ളന് കഞ്ഞി വെച്ചവരാണ് നമ്മുടെ കേരളത്തിലെ ദേവസ്വം ഭരിക്കുന്ന ആളുകളൊക്കെ. ആ ദേവസ്വം ഭരിക്കുന്ന മന്ത്രിയും ആ മന്ത്രിക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയും എല്ലാം കണക്കന്നെ. എന്നെങ്കിലും നാണം ഉണ്ടാവുമോ കൂട്ടരെ? എന്നെങ്കിലും ഉണരുമോ ഹിന്ദുക്കളെന്ന ജന്തുക്കളെ എന്ന് എല്ലാവരോടും നിങ്ങളൊക്കെ ചോദിക്കൂ. നിങ്ങളൊക്കെ ഉണർന്നവരായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ചോദിക്കൂ. അങ്ങനെ ഓരോരുത്തരും ചോദിച്ച് ചോദിച്ച് നമ്മുടെ ചുറ്റുമുള്ള ജന്തുക്കളെ ഉണർത്താൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇനിയിപ്പോ പത്മനാഭസ്വാമിയെ മാത്രമേ തൊടാൻ പറ്റാത്തതായിട്ടുള്ളൂ അവർക്ക്. അതും കൂടി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അടവുകളൊക്കെ നോക്കുന്നുണ്ട് അവർ. വലിയ പ്ലാനിങ് ആണ് അതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്നത്. ബാക്കിയെല്ലാം പോയി. എത്രയോ കാലങ്ങളായി നമ്മുടെ പൂർവീകരും ഇപ്പുള്ളവരും ഭഗവാന് ഭക്തിപൂർവം സമർപ്പിച്ചതായിട്ടുള്ള സകല സ്വർണവും സകല ധനവും കൊള്ളയടിച്ച് മാറ്റി. നമ്മുടെ ദേവസ്വങ്ങൾ ഓഡിറ്റ് ചെയ്ത് കണക്ക് ലോകത്തിന് ബോധ്യപ്പെടുത്തേണ്ടതാണ്. എത്ര വർഷമായി ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് എന്ന് ഒന്ന് അന്വേഷിക്കുക. 2016-17 ശേഷം ക്ഷേത്രങ്ങളിലെ ഒരു ദേവസ്വത്തിലെയും ഒരു കണക്കും ആരെയും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവർക്കാരെയും പേടിയുമില്ല ബോധ്യപ്പെടുത്താൻ. ഞങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള അഹങ്കാരത്തോടെ അവർ കട്ടുമുടിച്ചോണ്ടേയിരിക്കണം. അപ്പൊ ഈ കേരളവും തമിഴ്നാടും വിഗ്രഹങ്ങൾ തന്നെ പല ക്ഷേത്രങ്ങളിലെയും മാറിപ്പോയിട്ടുണ്ടാവാം. ഒറിജിനൽ വിഗ്രഹങ്ങൾ അടിച്ച് വിദേശത്ത് കൊണ്ടുപോയി കോടികൾക്ക് വിറ്റ് ഇപ്പൊ ഇരിക്കുന്നതൊക്കെ റെപ്ലിക്കകളായിരിക്കാം ചിലപ്പോൾ. ഒക്കെ അന്വേഷിക്കണം.
അപ്പം ഇങ്ങനൊരു ദേവസ്വം നമുക്ക് ആവശ്യമാണോ? എല്ലാവരും ചിന്തിക്കുക. അതുതന്നെയാണ് നമ്മൾ ചിദാനന്ദപുരി സ്വാമിജി ധർമ്മസന്ദേശയാത്രയിലുടനീളം പറഞ്ഞത്. ഓഡിറ്റിംഗ് കഴിഞ്ഞ എല്ലാ അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റ്സും എല്ലാ പത്രങ്ങളിലും അവർ വിജ്ഞാപനം ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ബോധ്യം വന്നാൽ മാത്രം നമ്മൾ ഇനി കാണിക്കയിട്ടാൽ മതി. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഒന്നും കൊടുക്കാതിരിക്കുക. ഭഗവാന് വല്ല പൂക്കളോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക പൂജാദ്രവ്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് സമർപ്പിക്കാം. അതും അടിച്ചു മാറ്റും. നമ്മളൊക്കെ നെയ്യോ എണ്ണയോ ഒക്കെ കുപ്പിയായിട്ട് കൊണ്ടു കൊടുത്താൽ അതിനെയൊന്നും അവിടെ ഉപയോഗിക്കാതെ മാറ്റി അടുത്ത കടയിൽ കൊണ്ടു കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ എത്രയോ ഉണ്ട്. ഒന്നും ഉപയോഗിക്കില്ല. നെയ്യ് കുപ്പിയൊക്കെ അങ്ങനെ തന്നെ അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് തന്നെ വീണ്ടും ദേവന് സമർപ്പിക്കപ്പെടും. ആവർത്തനം തന്നെയാണ്. അതുപോലെ നല്ല വിളക്ക് കത്തിക്കാൻ യുക്തമായിട്ടുള്ള യോജിച്ച നല്ല എണ്ണയോ നല്ല ചന്ദനത്തിരിയോ ഒന്നുമല്ല ക്ഷേത്രങ്ങളിൽ കോൺട്രാക്ട് കൊടുത്ത് വാങ്ങിക്കുന്നത്. എല്ലാം ഈ ഹിന്ദുമതത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ജിഹാദികളാണ് അതിൻ്റെയൊക്കെ പ്രൊഡ്യൂസേഴ്സ്. പല എണ്ണകളും നിങ്ങളതിൻ്റെ ഉടമസ്ഥന്മാരെ അന്വേഷിച്ച് ചെന്നാൽ എല്ലാം ക്ഷേത്രവിരുദ്ധരായിട്ടുള്ള, ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് കണ്ണിക്കണ്ട വിഷം കലർന്നതായിട്ടുള്ള എണ്ണയാണ്, അതുപോലെയുള്ള ചന്ദനത്തിരിയാണ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. വെറും കാർബണാണ് ചന്ദനത്തിരിയിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നല്ല ചാണകമോ ചന്ദനമോ ഒന്നുമല്ല അതിൽ, പ്രകൃതിയിലുള്ള വസ്തുക്കളൊന്നും അല്ല. അതുകൊണ്ട് ഇനിയും ഉണരുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഈ പറയുന്ന ആളുകളെയൊക്കെ പുറത്താക്കാനുള്ള പരിശ്രമം ചെയ്യുക. ഓടിച്ചിട്ട് തല്ലേണ്ട ആളുകളാണ്. ഉണർവ് ഉണ്ടാവട്ടെ. ഇവിടെ പറഞ്ഞത് ന്യായേന മാർഗേണ മഹീഷാഹ പരിപാലയന്താം. ഭരണാധികാരികൾ ഭൂമിയെ, രാജ്യത്തെ ന്യായമാർഗത്തിലൂടെ, ധർമ്മമാർഗത്തിലൂടെ പരിപാലിക്കട്ടെ. അപ്പോഴേ പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവുകയുള്ളൂ. പ്രജാഹ ധർമ്മേണ രക്ഷത. തുടർന്ന് സന്തന്വന്തഃ പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം പ്രാപ്തം ച സേവന്തോ മച്ഛിത്താ വിചരിഷ്യത. സന്തന്വന്തഃ പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം പ്രാപ്തം ച സേവന്തൗ മച്ഛിത്താ വിചരിഷ്യത. നോക്കൂ, ഭഗവാൻ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം നമുക്കൊക്കെ ഉള്ള ഉപദേശമാണ്, എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. നരസിംഹ ഭഗവാൻ പ്രഹ്ലാദന് കൊടുത്തു ഉപദേശം, അതുപോലെ ഭഗവാൻ ധ്രുവന് കൊടുത്തു ഉപദേശം, പൃഥു മുതലായവർക്ക് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം നമുക്കൊക്കെ ഉള്ള ഉപദേശം തന്നെയാണ്. ഇവിടെ ഈ രാജാക്കന്മാർക്ക് ഭഗവാൻ കൊടുക്കുകയാണ് പ്രജാതന്തൂൻ സന്തന്വന്തഃ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം സേവന്തഃ മച്ഛിത്താഃ വിചരിഷ്യത. പ്രജാതന്തൂൻ സന്തന്വന്തഃ. നോക്കൂ, ആ കാലത്ത് ഇത് വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? അന്ന് കാലത്ത് എല്ലാവർക്കും ഇഷ്ടം പോലെ മക്കൾ ഉണ്ടായിരുന്ന കാലമാണ്. 100ഉം 50ഉം അല്ലേ, ഇഷ്ടം പോലെ മക്കളുണ്ടായിരുന്ന കാലമാണ്. എന്നിട്ടും ഭഗവാൻ ആ രാജാക്കന്മാരോട് പറയാണ് സന്തതികളെ നന്നായി വിസ്തരിക്കുന്നവരായിട്ട് സന്തന്വതഃ
സമ്യക് തന്വതഃ തനു വിസ്താരേ. സന്താനം എന്ന വാക്കിന്റെ അർത്ഥവും തന്റെ വിസ്താരമാണ്, തന്റെ സന്തതി, സന്താനം. താൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തതാണ് സന്തതി. പിതാവ് തന്നെയാണ് പുത്രരൂപത്തിലിരിക്കുന്നത് എന്ന് വേദം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് മക്കളുടെ രൂപത്തിൽ. എന്താണ് സന്തതി എന്നുള്ള വാക്കിന്റെ അർത്ഥം? ശരിക്കും ഈ പാരമ്പര്യം നിലനിർത്തുന്നവരെയാണ് സന്തതികൾ എന്ന് പറയാൻ പറ്റുക. അച്ഛനമ്മമാർ ഏതൊരു സംസ്കാരം അനുഷ്ഠിച്ചുകൊണ്ട്, ഏതൊരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചുവോ ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാവുമ്പോഴേ യഥാർത്ഥ സന്തതികളാവുള്ളൂ. ഇനി സന്തതികളാണ് വേണ്ടത്, ഒരു സന്താനമല്ല. അതും മനസ്സിലാക്കുക. നമ്മള് ഹിന്ദു കുടുംബങ്ങള്, ക്രിസ്ത്യൻ കുടുംബങ്ങളൊക്കെ രണ്ടുപേര് വേണം വിവാഹം നടക്കണമെങ്കിൽ, അല്ലേ? അപ്പൊ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരായി. ആ രണ്ടുപേർക്ക് ഒരു കുട്ടി ഉണ്ടായാലോ പകുതിയായി ചുരുങ്ങി തലമുറ. അടുത്ത തലമുറ ഇന്നിപ്പോ ആണും പെണ്ണും കൂടി വിവാഹം കഴിഞ്ഞവർ 100 പേരുണ്ടെങ്കിൽ അടുത്ത തലമുറ 50 പേരായി ചുരുങ്ങുകയാണ്. രണ്ടുപേർക്കും കൂടി 1, നാം 2, നമുക്കൊന്ന് എന്നുള്ള മുദ്രാവാക്യം ഈ ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ക്രിസ്ത്യാനികളും ഇതിൽ പെട്ടിട്ടുണ്ട്. അവരുടെ സംഖ്യയും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഹിന്ദു കുടുംബങ്ങളിൽ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ നാട്ടിൽ നിൽക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവർ നാട് വിട്ടുപോയി വിദേശങ്ങളിൽ പോയി സെറ്റിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഉള്ള ചട്ടയും പൊട്ടയൊക്കെ ഇവിടെ ഉള്ളൂ. കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന ഒരു തൊഴിലും ഇല്ലാത്ത കുറെ എണ്ണമാണ് ഇവിടെ ബാക്കിയാവുന്നത്. നമ്മുടെ വീടുകളെല്ലാം വൃദ്ധസദനങ്ങളായി മാറുന്നു. അല്ലെങ്കിൽ വവ്വാലുകൾ ഓടിക്കളിക്കുന്നു, പറന്നു നടക്കുന്നു. ആൾതാമസമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന എത്ര ഹിന്ദു ഗൃഹങ്ങള്, എത്ര ക്രിസ്ത്യൻ ഗൃഹങ്ങള്. എന്നാൽ മറ്റൊരു കൂട്ടര് 2 പേർ വിവാഹം കഴിച്ചാൽ മിനിമം 6 പേരെ ജനിപ്പിക്കുന്നു. അപ്പൊ 3 ഇരട്ടി. 2 പേർക്ക് 6 മക്കളുണ്ടായാൽ 3 ഇരട്ടി. അങ്ങനെയാണ് ജനസംഖ്യയിലൂടെ സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര കാലം ഇങ്ങനെ പോകും ചിന്തിക്കുക. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ പാരമ്പര്യം സന്തതിയെ ധനമായിട്ട് കാണുന്നതാണ്. എന്തിന്? ഭഗവാനെ നോക്കിയാൽ പോരെ. ഭഗവാൻ എത്ര മക്കളാണ്? 16,008 ഭാര്യമാരിൽ 10 ആൺമക്കളും ഓരോ പെൺകുട്ടികളും എന്ന് പറഞ്ഞു. അപ്പൊ 1,60,60,000 കഴിഞ്ഞു. ഭഗവാൻ മാതൃക കാണിച്ചു തരികയാണ് ലോകത്തിന്. എന്നെ പോലെയാവൂ. ധാരാളം സംസ്കാരമുള്ള നമ്മുടെ പാരമ്പര്യം നിലനിർത്തുന്നതായിട്ടുള്ള സന്തതികൾ ഉണ്ടാവട്ടെ. അല്ലാതെ കുറെ മക്കളെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവരുമൊക്കെ അസുരന്മാരായിത്തീരും. അസുരന്മാരായിത്തീരുന്ന മക്കളല്ല വേണ്ടത്. സംസ്കാരമില്ലാത്ത, ബോധമില്ലാത്ത, ഈശ്വര ഭക്തിയില്ലാത്ത, ധർമ്മനിഷ്ഠയില്ലാത്ത കുറെ എണ്ണത്തിന് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എന്ത് വേണം? വെറുതെ കുട്ടികളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ. ആ ജനിപ്പിച്ച കുട്ടികൾ ഗർഭത്തിൽ തുടങ്ങി ഈ സംസ്കാരം ഉൾക്കൊണ്ട് വളരുന്നവരായി തീരണം എന്നുള്ള ശ്രദ്ധ കൂടി ഉണ്ടാവണം, ജാഗ്രതയുണ്ടാവണം. അവർ വളർന്നു വരുമ്പോൾ ഈ സംസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷികൾക്കും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കടമകളെ ചെയ്യുന്നവരായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്ന സന്തതികളായി വളരണം. പഞ്ചമഹായജ്ഞങ്ങൾ: ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നവരായി, സംസ്കാരമുള്ളവരായി തീരണം. അപ്പോഴേ യഥാർത്ഥത്തിൽ സന്തതികൾ എന്ന് പറയാൻ പറ്റൂ. മാത്രമല്ല അവർക്ക് കുട്ടികൾ ഉണ്ടാവണം, അവരുടെ പരമ്പര നിലനിൽക്കണം. അപ്പോഴേ സന്തതി എന്ന് പറയാൻ പറ്റുള്ളൂ.
അല്ലാതെ എന്താ പറയുക, മക്കളുണ്ടായി അവരൊന്നും കല്യാണം കഴിച്ചില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും സന്തതികൾ ഉണ്ടായിട്ടില്ലെങ്കിലോ അതിനെ സന്തതി സൗഖ്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വരും തലമുറകൾ ഉറപ്പാക്കണം എന്നർത്ഥം. ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പ്രജാതന്തൂൻ സന്തന്വന്തഃ, സന്തതികളെ നന്നായി ജനിപ്പിക്കുന്നവരായിട്ട് സുഖം ദുഃഖം ഭവൗ പ്രാപ്തം സേവന്തഃ. എന്താണോ വരുന്നത്, സുഖം വന്നാലും ദുഃഖം വന്നാലും, ഭവവും അഭവവും, ഭവം എന്ന് പറഞ്ഞാൽ വൃദ്ധി, അഭവം എന്ന് പറഞ്ഞാൽ ക്ഷയം. അപ്പൊ വൃദ്ധിക്ഷയങ്ങൾ ജീവിതത്തിൽ വരുന്നതിനെ, ഏത് ഉത്കർഷവും താഴ്ചയും എന്തു വന്നാലും പ്രാപ്തം സേവന്തഃ എന്ന് പറഞ്ഞാൽ പ്രാരബ്ധത്തെ അനുഭവിച്ചുകൊണ്ട് വരുന്നതിനെ എതിർച്ചാലാപ സന്തുഷ്ടരായി സ്വീകരിച്ചുകൊണ്ട്, സേവന്തഃ മച്ചിത്താഹ എന്നിൽ ഉറപ്പിച്ച മനസ്സോടുകൂടിയവരായിട്ട്, വിചരിഷ്യത വിചരിച്ചാലും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നതിന് ഉത്തരവാദികൾ ആരാണ്? വളർത്തിയ അച്ഛനമ്മമാരാണ്, അവരുടെ ചുറ്റുപാടുകളാണ്. എന്താ കാരണം? അവര് കാണുന്നത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അതുപോലെയുള്ള മുതിർന്നവരും ദമ്പതികൾ എപ്പോഴും കലഹം, പരസ്പരം കുറ്റം പറഞ്ഞും അടിച്ചും തൊഴിച്ചും ഇടിച്ചും എന്ന് പറഞ്ഞ മാതിരി അതാണ് കാണുന്നത്. ഇവർ വളർന്നു വരുമ്പോൾ കാണുന്നത് ഈ അച്ഛനമ്മമാർ തമ്മിൽ ഒരു പൊരുത്തൂല്ല. അവർ തമ്മിൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടും കലഹിച്ചുകൊണ്ടും ഇരിക്കുന്നു. അവരുടെ അവിഹിതങ്ങളായ കാര്യങ്ങൾ പലതും കാണുന്നു, അവരുടെ അധാർമികമായ പ്രവൃത്തികൾ കാണുന്നു. അപ്പോ അങ്ങനെയുള്ളത് കണ്ട് മടുത്തതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ഉത്തരവാദികൾ പൂർവീകർ തന്നെയാണ്. ആ ഒരു എന്താ പറയുക, ധർമ്മബോധത്തോടെ വളർത്തിയിരുന്നെങ്കിൽ ആ വഴിതെറ്റിപ്പോകുന്ന ഒരു രീതി ഉണ്ടാവില്ലായിരുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തോട് കടപ്പാടുണ്ട്, പിതൃക്കളോട് കടപ്പാടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. നമ്മളുടെ പിതൃക്കളോടുള്ള കടപ്പാട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും അവരുടെ മരണാനന്തരം പോലും അവരെ സ്മരിച്ചുകൊണ്ട് ശ്രാദ്ധാദികൾ, ബലികൾ, തർപ്പണങ്ങളെല്ലാം ചെയ്യുന്നത് കണ്ടുകൊണ്ടും കുട്ടികൾ വളർന്നിരുന്നുവെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ ശ്രാദ്ധം ചെയ്യുന്നുണ്ടോ? അച്ഛനമ്മമാർക്ക് വേണ്ടതായിട്ടുള്ള അമാവാസികളിൽ ബലിതർപ്പണം ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാത്തവരുടെ വീടുകളിൽ കുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടില്ല, അവർക്ക് സന്തതികൾ വേണ്ട എന്ന് പറയും. അതിന് കാരണം ആ പിതൃക്കളുടെ ശാപവും ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ശ്രാദ്ധ ബലികളൊന്നും നിങ്ങൾ തരുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ആരും തരാതെ ആവട്ടെ എന്നുള്ളൊരു ശാപമുണ്ടാവുമെന്ന് പുരാണങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പൂർവീകർക്ക് കൊടുക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടു വളരണം. നമ്മൾ നല്ല ഉത്തരവാദിത്വമുള്ളവരാണ്, മുതിർന്നവരോട് എപ്പോഴും കടപ്പാട് സൂക്ഷിക്കുന്നവരാണ്, അവരോടുള്ള സ്നേഹം അവരുടെ മരണാനന്തരവും കൊണ്ടു നടക്കുന്നവരാണ്, അവരുടെ തിഥികൾ മറക്കാറില്ല, അമാവാസികൾ തോറും അവർക്ക് വേണ്ടതെല്ലാം ബലികർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് കുട്ടികൾ കണ്ടു വളർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാമഹന്മാരോട് മാതാമഹന്മാരോട് സ്നേഹം, ബഹുമാനം, കടപ്പാട്, ഉത്തരവാദിത്വം എല്ലാം ഉണ്ട് എന്ന് കണ്ടു വളർന്നാൽ ആ ഒരു താദാത്മ്യം കുട്ടികൾക്കും ഉണ്ടാവും. ഇത് നമ്മൾ താന്തോന്നികളായി നടന്നിട്ട് അച്ഛനമ്മമാരെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ നമ്മൾ പുറത്തു കിടന്നവരെ തിരിഞ്ഞു നോക്കാതെ, മരിച്ച ശേഷം അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാതെ, അവരെ സ്മരിക്കാതെ, ഇതെല്ലാം കാണുന്നുണ്ടേ, കുട്ടികൾ കാണുന്നുണ്ട്.
അപ്പം നിങ്ങളുടെ എന്താ പറയുക, ജീവിതമെല്ലാം പൊള്ളയാണ്, അഭിനയങ്ങളാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തരെ അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ബഹുമാനിക്കും, അത് കഴിഞ്ഞ് കുറ്റം പറയും, അവരെ തിരിഞ്ഞു നോക്കില്ല, ഉപേക്ഷിക്കും. ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ പൊള്ളയാണ്, കള്ളത്തരങ്ങളാണ്, നിങ്ങൾക്ക് വാസ്തവത്തിൽ അച്ഛനമ്മമാരോട് സ്നേഹമൊന്നുമില്ല, അച്ഛനമ്മമാരുടെ സ്വത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇതൊക്കെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നമ്മളെക്കാൾ സ്മാർട്ടാണ്. അവരിതെല്ലാം വേഗം ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുകളുടെ മക്കൾ അതുപോലെ തന്നെ ഇരിക്കും, അതിലും മൂത്തതായിരിക്കും. അപ്പോൾ ബന്ധങ്ങളെ നല്ലതുപോലെ ബഹുമാനിക്കുന്ന, കൊണ്ടു നടക്കുന്ന അവരുടെ സന്തതികൾ ഉത്തരവാദിത്വമുള്ള സന്തതികളായിരിക്കും. എല്ലാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല. ഇതൊക്കെ കാലങ്ങളായി നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, സമൂഹത്തിലുള്ള ആളുകളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് വന്നു ചേർന്നതാണ്. സകാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരം തപ. മഹതാ കാലേന, വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന ആ മാർഗം നശിച്ചുപോയി. ഇനി അതിനെ റിവൈവ് ചെയ്യണം. ഭഗവാൻ അർജുനന് ഗീതോപദേശം ചെയ്യുന്നതിലൂടെ അതാണ് ചെയ്തത്. കാലാകാലങ്ങളിൽ സപ്തർഷികൾ അതുതന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മന്വന്തരാനുചരിതം പറഞ്ഞപ്പോൾ ആ മന്വന്തരങ്ങളിൽ സപ്തർഷികളുണ്ട് എന്ന് പറഞ്ഞു. ഓരോ മന്വന്തരങ്ങളിലും 7 പേർ സപ്തർഷികൾ. ആ സപ്തർഷികൾ ഓരോ ചതുർയുഗങ്ങൾ കഴിയുമ്പോഴും ക്ഷയിച്ചതായിട്ടുള്ള ധർമ്മത്തെ വീണ്ടും ഉപദേശിക്കുന്നു. അങ്ങനെ 71 പ്രാവശ്യമാണ് ഒരു മന്വന്തരത്തിൽ സപ്തർഷികൾ അവരുടെ ധർമ്മം ചെയ്യുന്നത്. ഒരു മന്വന്തരത്തിൽ ഒരേ സപ്തർഷികൾ 71 പ്രാവശ്യം ഈ ഉപദേശങ്ങളെ ആവർത്തിക്കുന്നു. ഇതുപോലെ ഓരോ മന്വന്തരങ്ങളിലും ആവർത്തിച്ച് സപ്തർഷികൾ ഉപദേശം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് സനകാദികൾ ഈ ലോകത്തിന് നിവൃത്തിധർമ്മം ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതും. പ്രജാപതികളായിരിക്കുന്ന സപ്തർഷികളാണ് പ്രവൃത്തിധർമ്മം ഉപദേശിക്കുന്നത്. സനകാദികളെ പോലെയുള്ള ആളുകൾ നിവൃത്തിധർമ്മം ഉപദേശിച്ചുകൊണ്ടും ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നാരദനെ പോലെയുള്ളവർ, ശ്രീശുക ബ്രഹ്മർഷിയെ പോലെയുള്ളവർ, ഇവരൊക്കെ എപ്പോഴും ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പം അതുപോലെ ഇന്നത്തെ കാലത്ത് ധർമ്മസന്ദേശ യാത്രയിലൂടെ ആചാര്യന്മാർ ധർമ്മോപദേശം ചെയ്യുന്നു, സമൂഹത്തെ ഉണർത്തുന്നു, ധർമ്മബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മളും ഈ പറഞ്ഞ ഭാഗവതവും നാരായണീയും ഒക്കെ പാടിക്കൊണ്ട് നടന്നാൽ പോരാ, ജീവിതത്തിലേക്ക് അത് പകർത്താനായിക്കൊണ്ട് സാധിക്കട്ടെ. ഇത് പാടിക്കൊണ്ട് നടക്കാനുള്ളതല്ല, കുറേയൊക്കെ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാവാനും നമുക്ക് സാധിക്കട്ടെ. വരും തലമുറകൾക്ക് നമുക്ക് മാതൃകയാവാൻ സാധിക്കട്ടെ. അപ്പോൾ പ്രജാതന്തൂൻ സന്തന്വന്തഃ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം സേവന്തഃ. എന്താണോ വന്നു ചേരുന്നത് അതിനെ അനുഭവിക്കുന്നവരായിക്കൊണ്ട് മച്ചിത്താഹ വിചരിഷ്യത, എന്നിൽ ഭഗവാനാകുന്ന എന്നിൽ മനസ്സുറപ്പിച്ചവരായി നിങ്ങൾ സഞ്ചരിക്കുവിൻ. ഉദാസീനാശ്ച ദേഹാദൗ ആത്മാരാമാധൃതവ്രതാഃ
മയ്യാവേശ്യ മനഃ സമ്യക് മാം അന്തേ ബ്രഹ്മയാസ്യത ഉദാസീനാശ്ച ദേഹാദൗ ആത്മാരാമാധൃതവ്രതാഃ മയ്യാവേശ്യ മനഃ സമ്യക് മാമന്തേ ബ്രഹ്മയാസ്യത ദേഹാദൗ ഉദാസീനാഃ ദേഹാദികളിൽ ഉദാസീനന്മാരായിട്ട് എന്ന് വെച്ചാൽ ദേഹാദികളെ സത്യമെന്ന് കരുതാതെ ദേഹത്തോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വസ്തുവകകൾ, ഭാര്യ, മക്കൾ, രാജ്യം, സ്ഥാനമാനങ്ങൾ, ഇതൊന്നും സത്യമല്ല എന്നുള്ള ഭാവമാണ് ഉദാസീനത. ഇതെല്ലാം നിസ്സാരങ്ങളാണ്, നശ്വരങ്ങളാണ്, ഇതിനെയല്ല ഞാൻ ഭജിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മനസ്സിൽ നിന്ന് ഇതിനോടുള്ള, ഈ ലോകത്തോടുള്ള, ദേഹാദികളോടുള്ള തീവ്രമായ ആ ഒരു പാശബന്ധങ്ങൾ, പാഷൻ, ആസക്തി, അതെല്ലാം പോകണം. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുണർന്നുകൊണ്ട് ദേഹാദൗ ഉദാസീനാഹ ആത്മാരാമാഹ, ആത്മാവിൽ രമിക്കുന്നവരായിട്ട്, അന്തർമുഖന്മാരായിട്ട്, ധൃതവ്രതാഹ, വ്രതത്തെ ധരിച്ചവരായിട്ട്. എന്താ വ്രതം? സദാചാര വ്രതം, രാജധർമ്മവ്രതം, ഈശ്വര ഭജനമാകുന്ന വ്രതം. അങ്ങനെയുള്ള വ്രതങ്ങളെ പരിപാലിക്കുന്നവരായിട്ട് മയി മനഃ ആവേശ്യ, എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട്, ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട്, അന്തേ ബ്രഹ്മ മാം സമ്യക് യാസ്യത. അന്തേ എന്ന് പറഞ്ഞാൽ മരണകാലത്ത്, നിങ്ങൾ മരിക്കുമ്പോൾ അവസാനത്തിൽ ബ്രഹ്മമാം, ബ്രഹ്മമായിരിക്കുന്ന എന്നെ, പ്രപഞ്ചത്തിന്റെ എല്ലാം പരമകാരണമായിരിക്കുന്ന വസ്തുവായ ആ ഈശ്വരനായ എന്നെ സമ്യക് യാസ്യത, നന്നായി പ്രാപിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പ്രാപിക്കും. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ മര്യാദക്കാരായി ജീവിച്ചാൽ, ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ഈശ്വരാരാധനയായി ചെയ്താൽ, മനസ്സ് ഭഗവാനിൽ ഉറച്ച് അവസാന കാലം ഭഗവാനെ തന്നെ പ്രാപിക്കും. അപ്പൊ ഇങ്ങനെ നല്ലൊരു ഉപദേശം ഭഗവാൻ അവർക്ക് കൊടുത്തു. അപ്പൊ അവരെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുത്ത് പ്രജകളെ രക്ഷിക്കാനാണ് ഭഗവാൻ മുഖ്യമായിട്ടും ഉപദേശിച്ചത്. ശ്രീശുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വരഃ തേഷാം ന്യയുങ്ക്ത പുരുഷാൻ സ്ത്രിയോ മജ്ജന കർമ്മണി. ശ്രീശുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വരഃ തേഷാം ന്യയുങ്ക്ത പുരുഷാൻ സ്ത്രിയോ മജ്ജന കർമ്മണി. ഇത്രയും നേരം ഭഗവാന്റെ വാക്കുകളെ പറഞ്ഞു. ഇനി ശ്രീശുക ബ്രഹ്മർഷി അവിടെ ഇടപെടുന്നു. അദ്ദേഹം കഥ തുടരുകയാണ്. ഭുവനേശ്വരഃ ഭഗവാൻ കൃഷ്ണഃ, ഈ ഭുവനങ്ങളുടെ മുഴുവൻ നാഥനായ, പരിപാലകനായ, ലോകരക്ഷകനായ ഭഗവാൻ കൃഷ്ണൻ നൃപാൻ ഇതി ആദിശ്യ, രാജാക്കന്മാരോട് ഇപ്രകാരം ആദേശം ചെയ്ത്, ഉപദേശം ചെയ്ത്, അവർക്ക് വേണ്ട ധർമ്മോപദേശം ചെയ്ത്, തേഷാം മജ്ജന കർമ്മണി പുരുഷാൻ സ്ത്രീയഃ നിയുക്ത, തേഷാം ആ രാജാക്കന്മാരുടെ മജ്ജന കർമ്മണി, മജ്ജന കർമ്മം എന്ന് പറഞ്ഞാൽ അവരെ കുളിപ്പിക്കുക മുതലായത്, സ്നാനാദികൾ എന്നുവെച്ചാൽ അവരൊക്കെ കാരാഗൃഹത്തിൽ കിടന്ന് വല്ലാതെ മുഷിഞ്ഞ വസ്ത്രങ്ങളും മുഷിഞ്ഞ ശരീരവും എല്ലാം വൃത്തികേടായിട്ടിരിക്കണം. താടിയും തലയൊക്കെ വികൃതമായിട്ടുണ്ടാവും, നഖങ്ങളൊക്കെ വളർന്നിട്ടുണ്ടാവും. അപ്പോ എല്ലാം ശ്രദ്ധിക്കണം, അല്ലേ? വേണ്ട പോലെ ഹെയർ ഡ്രസ്സിങ്, അതുപോലെ താടിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഷേവ് ചെയ്യണമെങ്കിൽ ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യണം. അതുപോലെ നഖം വെട്ടിക്കൊടുക്കണം, ശരീരത്തിൽ എണ്ണയൊക്കെ തേപ്പിച്ച് അവരെ നല്ല രീതിയിൽ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്തവരെ, നല്ല ഭൂഷണങ്ങളൊക്കെ കൊടുത്ത് നല്ല രാജകീയമായി തന്നെ അവിടുന്ന് നല്ല രഥങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് യാത്രയാക്കണം.
രാജാക്കന്മാരായി തന്നെ തിരിച്ചു ചെല്ലണം. അവർ പ്രൗഢിയോടെ തിരിച്ചു ചെല്ലണം, പ്രജകൾ ബഹുമാനിക്കാൻ. അപ്പോൾ അതിനു വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളിൽ അവിടെയുള്ള ദാസികളായ സ്ത്രീകളെയും മറ്റ് പുരുഷന്മാരെയും നിയോഗിച്ചു. ഇവർക്ക് വേണ്ട സേവ ചെയ്യാൻ കുറേ ആളുകളെ നിയോഗിച്ചു. 20,800 രാജാക്കന്മാരുണ്ട്. ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള സേവകന്മാരെയും സേവികമാരെയും കൊടുത്തു എന്ന് താല്പര്യം. അതിനുശേഷം സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈഃ ഭൂഷണൈഃ സ്രഗ്വിലേപനൈഃ ഭോജയിത്വാ വരാന്യേന സുസ്നാദാൻ സമലംകൃതാൻ ഭോഗൈശ്ച വിവിധൈർയുക്താൻ താംബൂലാദ്യൈർനൃപോചിതൈഃ തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടലാഃ വിരേജുർമോചിതാ ക്ലേശാത് പ്രാവൃഢന്തേ യഥാഗ്രഹാഃ. സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈഃ ഭൂഷണൈഃ സ്രഗ്വിലേപനൈഃ. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത് രാജാവേ, ഭരതവംശത്തിൽ പിറന്നവനേ, നരദേവോചിതൈഃ വസ്ത്രൈഃ ഭൂഷണൈഃ സ്രഗ്വിലേപനൈഃ സഹദേവേന സപര്യാം കാരയാമാസ. കരയാമാസ എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിച്ചു. ആര് ചെയ്യിപ്പിച്ചു? ഭഗവാൻ. ആരാൽ ചെയ്യിപ്പിച്ചു? സഹദേവേന കാരയാമാസ. ഇവിടുത്തെ സഹദേവൻ ആരാണ്? ഏത് സഹദേവനാണ്? നകുല സഹദേവന്മാരിൽ സഹദേവനല്ല. ഈ സഹദേവൻ ജരാസന്ധ പുത്രനായി ഇപ്പോൾ മഗധ രാജാവായി അഭിഷിക്തനായ സഹദേവൻ. ആ സഹദേവനാൽ എന്ന് വെച്ചാൽ അവിടുത്തെ മഗധ രാജാവായ സഹദേവനാൽ ഈ രാജാക്കന്മാർക്ക് നല്ല പട്ടുവസ്ത്രങ്ങളെല്ലാം കൊടുപ്പിച്ചു. അതാണ് നരദേവോചിതൈഹി വസ്ത്രൈഹി. രാജാക്കന്മാർക്ക് ഉചിതമായ വസ്ത്രങ്ങളാലും. അവർ രാജാക്കന്മാരാണ്. അപ്പോൾ എന്തെങ്കിലും പഴയ വസ്ത്രം ഇട്ടിട്ട് പോയാൽ പോരാ, രാജകീയ വസ്ത്രങ്ങൾ തന്നെ കൊടുപ്പിക്കുകയാണ്. ഭൂഷണൈഹി, നല്ല സ്വർണാദി ഭൂഷണങ്ങൾ, രത്നങ്ങൾ, ഇതെല്ലാം അവർക്ക് ആഭരണങ്ങളായിട്ടും കിരീടങ്ങളായിട്ടും വേണ്ടത്ര കൊടുത്ത് എല്ലാവരെയും നല്ല രാജകീയ വേഷഭൂഷാദികളോടുകൂടിയവരാക്കിയിട്ട് സ്രഗ്വിലേപനൈഹി. സ്രക്ക് എന്ന് പറഞ്ഞാൽ പൂമാലകൾ, വിലേപനം എന്ന് പറഞ്ഞാൽ ചന്ദനം, കസ്തൂരി അല്ലെങ്കിൽ അതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ദേഹത്ത് പൂശുക, ക്രീമുകളൊക്കെ തേക്കുക. അപ്പൊ അങ്ങനെ സ്രക്കുകളാലും വിലേപനങ്ങളാലും അലങ്കരിക്കപ്പെട്ട് സഹദേവേന, ആ ജരാസന്ധപുത്രനായ സഹദേവനാൽ സപര്യാം കാരയാമാസ, പൂജയെ ചെയ്യിപ്പിച്ചു, അവരെ സൽക്കരിപ്പിച്ചു എന്നർത്ഥം. അല്ലാതെ അവരെയൊക്കെ അവിടെ ആസനങ്ങളിൽ ഇരുത്തിയിട്ട് അവരുടെ പാദത്തിലൊക്കെ പൂവിട്ട് പൂജിച്ചു നല്ല അർത്ഥം. ഇവിടെ സപര്യ എന്ന് പറഞ്ഞാൽ സൽക്കാരം, ബഹുമാനം, ആദരവ്. അവരെ വേണ്ട പോലെ ബഹുമാനിച്ചു എന്ന് താല്പര്യം. അല്ലേ, നമ്മൾ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പൂജിക്കാൻ വേണ്ടി നമ്മൾ ചടങ്ങിന് പൂജിക്കും. യഥാർത്ഥത്തിൽ അവരെ പീഡിപ്പിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ധാരാളം അനുഭവിക്കുന്നതും മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുന്നതുമാണ്. തമാശയായിട്ട് എടുക്കാം. ഇപ്പം ഞങ്ങൾ ധർമ്മസന്ദേശ യാത്ര എന്ന് പറഞ്ഞ് അനേക സന്യാസിമാർ ഒരു ജില്ലയിൽ നിന്ന് ഒരു ജില്ലയിലേക്ക് ഓരോ ദിവസവും സമയം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. വലിയ വിശ്രമമൊന്നുമില്ല. രാത്രി വളരെ വൈകും കിടക്കാൻ. ഒരു ജില്ലയിലെത്തിയിട്ട് 11ഉം 12ഉം ആവും കിടക്കാൻ. രാവിലെ നേരത്തെ എഴുന്നേറ്റാലേ അടുത്ത സ്ഥലത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉറക്കമുള്ളൂ ഈ ദിവസങ്ങളിലൊക്കെ. അപ്പം അത് കഴിഞ്ഞ് ഈ വാഹനങ്ങളിൽ കയറി ഓരോരോ ഭാഗത്തേക്ക് പോകുമ്പോൾ
ഈ ഓരോ ഭാഗത്തുള്ള സംഘാടകരും അവരുടെ ആവേശം നമ്മളെ വളരെ ദൂരത്ത് തന്നെ വാഹനത്തിൽ നിന്ന് തന്നെ ഇറക്കിയിട്ട് കുറേ ദൂരം വാദ്യഘോഷങ്ങളോടെ നടത്തിക്കും. അപ്പം അതിന് തന്നെ കുറേ സമയം പോകും. ഒന്നാമത് ഇങ്ങനെ നടത്തിയിട്ട് നേരെ വേദിയിൽ കൊണ്ട് കയറ്റിയിരുത്തും. വഴിയിലൊക്കെ പുഷ്പവൃഷ്ടിയും പൂർണ്ണകുംഭവും വാദ്യഘോഷങ്ങളും മുത്തുക്കുടകളും ഒക്കെ ഉണ്ടാവും. പിന്നെ വേദിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലോ പിന്നെ അവിടുത്തെ 3 മണിക്കൂർ പരിപാടി. രാവിലെ 10 മണിക്ക് വേദിയിൽ കയറ്റിയാൽ പിന്നെ 1 മണി വരെയാണ് പരിപാടി. അതുവരയ്ക്ക് ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഓർമ്മിക്കില്ല. ഇവിടെ ഇരിക്കുന്നവർ വെള്ളം കുടിക്കാതെയാണ് ഇരിക്കുന്നത്. അവർക്ക് ഇത്തിരി പലതും ചുണ്ട് നനയ്ക്കാൻ എന്തെങ്കിലും കൊടുക്കണം, ഒരു നാരങ്ങ വെള്ളമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇളനീരെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും കൊടുക്കാം. അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഈ കാട്ടിക്കൂട്ടലുകളിലാണ് ആളുകളുടെ ഭ്രമം. കുറേ വാദ്യഘോഷങ്ങളും പൂർണ്ണകുംഭങ്ങളും ഒക്കെ അതൊക്കെ പൂജയുടെ ഭാഗമാണ്, സൽക്കാരത്തിന്റെ ഭാഗമാണ്, ശരി. പക്ഷെ ഏറ്റവും വലിയ പൂജ എന്താണ്? അവരെ പീഡിപ്പിക്കാതിരിക്കുക, അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അതുപോലെ അവർക്ക് എന്തെങ്കിലും വേണ്ടത് ആവശ്യം വേണ്ടത് ചെയ്തു കൊടുക്കുക, അല്ലേ? ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ. കുറേ ദൂരം നടന്നു പോണ്ടി വരും ഒരു ഭാഗത്തേക്ക്. പ്രായമായിട്ടുള്ള സ്വാമിജിമാര്, പല രോഗങ്ങളൊക്കെ ഉള്ളവർ എവിടെയാണ് മൂത്രമൊഴിക്കാനുള്ള സ്ഥലം എന്ന് വേദിയിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി അന്വേഷിച്ച് നടക്കണം. ഇതിനൊക്കെ ഒരു കരുതൽ വേണം ഈ സംഘാടകർ എന്ന് പറയുന്ന കൂട്ടർക്ക്. ആരാണ് വരുന്നത്, എവിടുന്നാ വരുന്നത്, എത്ര പ്രായമുള്ളവരാണ്, അവർക്ക് എത്ര കഷ്ടപ്പാടുകൾ ഇത്രയും ദിവസമായിട്ടുണ്ട്, അവർക്ക് വിശപ്പുണ്ടാവോ, ദാഹം ഉണ്ടാവോ, ക്ഷീണം ഉണ്ടാവോ, മൂത്രമൊഴിക്കേണ്ടി വരുമോ, ഇതൊക്കെ ചിന്തിക്കണം. അതിനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്യണം. അപ്പോഴേ പൂജയാവുള്ളൂ. അതല്ലെങ്കിൽ പീഡയാവും. പൂജയ്ക്ക് പകരം പീഡ. ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ടത്, യതി പൂജ എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ വിളിപ്പിച്ചു പോയിട്ട് യതി പീഡയായിട്ട് മാറും. ഇത് നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക, ഈ കേൾക്കുന്ന നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. ആരെയും നമ്മൾ വിളിപ്പിച്ചാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ വേണ്ട പോലെ അവരുടെ ദാഹവും ക്ഷീണവും തീർത്ത് വിശ്രമിപ്പിക്കുക, അവരുടെ അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുക, വല്ലാതെ പീഡിപ്പിക്കരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. എല്ലായിടത്തും ഒരുപോലെ പറയുന്നില്ല. പല ഭാഗത്തും വേണ്ടതുപോലെ കരുതലുള്ള ആളുകളുണ്ട്, പല ഭാഗത്തും അറിവേയില്ല, ഈ വക കരുതലുകളൊന്നുമില്ല. അപ്പം സ്വാമിജിമാരാകുമ്പോൾ പിന്നെ എതിർച്ചാലാപ സന്തുഷ്ടന്മാരായിരിക്കണ്ടേ? അപ്പം മിണ്ടാതിരിക്കും. എത്ര വയസ്സായിട്ടുള്ള സ്വാമിമാരെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്നും പറയാതെ മിണ്ടാതിരിക്കും. കൂട്ടത്തിൽ അവരെ കാണുമ്പോൾ, അവരുടെ വിഷമം കാണുമ്പോൾ എന്തെങ്കിലും പറയുന്നത് ഞാനായിരിക്കും. അപ്പം എന്നോട് എല്ലാവർക്കും ഇത്തിരി ഒരു വിഷമമൊക്കെ തോന്നും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ചിലയിടത്തൊക്കെ കാര്യം പറയാറുണ്ട്. അപ്പോൾ മറ്റു സ്വാമിജിമാർ നമ്മളെ നോക്കി ഒന്നും പറയണ്ട എന്ന് പറയും. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെയും കൂടി ഇവർക്ക് ആ ഒരു സംസ്കാരം ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ്. ഈ സംഘാടകരെന്ന് പറയുന്ന കൂട്ടർക്ക് ഈ ഒരു സംസ്കാരം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ തമാശയായിട്ട് എടുത്താൽ മതി, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. എവിടെ പോയാലും എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ബോധമുള്ളവരായിരിക്കുക, മുൻപിൻ ആലോചനയുള്ളവരായിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം നാളെ തുടരാം. 25-ാം ശ്ലോകത്തിൽ നിൽക്കട്ടെ. ബാക്കി നാളെ വൈകുന്നേരം കാണാം. നാളെ രാവിലെയും കുറച്ച് പണികളുണ്ട്, വൈകുന്നേരം കാണാം ക്ലാസ്.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി. നാളെ വൈകിട്ട് കാണാം. ഈ പുസ്തകം ഓർമ്മിക്കുക, ഹിന്ദു ധർമ്മ പരിചയം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എത്ര വേണമെങ്കിൽ ഉണ്ട്, എത്ര വേണമെങ്കിൽ അവൈലബിൾ ആക്കാം. ഒരുപാട് പേര് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ വീടുകളിലും എത്തട്ടെ. എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ദിവസം നമുക്ക് കുറച്ച് നേരം വായിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് വായിക്കുകയും ചെയ്യും. വെറുതെ വാങ്ങിച്ച് പുസ്തകം വീട്ടിൽ വെക്കുകയല്ല, നമുക്ക് കുറച്ച് നേരം ഒരു ദിവസം ഓരോ പോർഷനായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സംശയങ്ങളൊക്കെ തീർക്കാം. അപ്പം എല്ലാവരും എല്ലാ വീടുകളിലും എത്തട്ടെ, എന്നിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. ഓക്കെ, ഹരി ഓം. ഇപ്പം ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കാൻ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കും വേണം. സ്വാമിജി ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. വില 160 രൂപയാണ്. പോസ്റ്റേജ് ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്ന് പറയേണ്ടി ഞാൻ. 45 രൂപ പോസ്റ്റേജ് വരും, അത് ഫ്രീ ആണ്. ഓ, ഹരിയോ. ശുഭരാത്രി.